നമസ്തേ, ഞാൻ റജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് 8ാം സ്റ്റാൻഡേർഡിലെ ഗ്യാൻമാർഗ് എന്ന ഏകാംഗിയെ സംബന്ധിച്ചുള്ള വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. ഇന്ന് നമ്മൾ 8ാം സ്റ്റാൻഡേർഡിലെ സുഖ് ദുഃഖ് എന്ന കവിതയുമായി ബന്ധപ്പെട്ടുള്ള 2 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 4 അപഠിത് കവിതാംശ് കൂടി പരിചയപ്പെടുന്നു. ആദ്യ വർക്ക്ഷീറ്റിൽ 11 ചോദ്യങ്ങളാണുള്ളത്. അതിനു മുമ്പായി നമ്മുടെ കവിത തുടങ്ങുന്നതിന് മുമ്പ് ഒരു 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. ആ കവിത എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ये पंक्तियां क्या बता रही हैं? सपने वे सच नहीं होते जो सोते वक्त देखे जाते हैं. सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. ഉത്തരം, ഹം സബ് സപ്പനെ ദേഖ്നെ വാലേ ഹൈ. നമ്മൾ സ്വപ്നം കാണുന്നവരാണ്. 2 തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഒന്ന് ഉറങ്ങിക്കിടക്കുമ്പോഴും രണ്ടാമതായി ഉണർന്നിരിക്കുമ്പോഴും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. ഹം സബ് സപ്പനെ ദേഖ്നെ വാലേ ഹൈ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. ലേക്കിൻ സഭി സപ്പനെ സാകാർ നഹി ഹോത്തെ. എന്നാൽ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുകയില്ല. സപ്പനെ സാകാർ കർനെ കെ ലിയെ ഹമേ സോന ഛോഡ്കർ കഠിൻ പരിശ്രമം കർനാ ചാഹിയെ. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം. അതാണ് അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. സ്വപ്നം കാണുക എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം എന്നൊക്കെയുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നതായ സ്വപ്നം. इसके लिए उत्साह, साहस और आत्मविश्वास की जरूरत है. ഇതിനു വേണ്ടി നമ്മുടെ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതായ സ്വപ്നത്തിന് വേണ്ടി ഉത്സാഹവും സാഹസവും ആത്മവിശ്വാസവും ആവശ്യമാണ്. വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, സുഖ് ദുഃഖ് കേസി രചന ഹെ, അഥവാ സുഖ് ദുഃഖ് കിസ് വിധാ കി രചന ഹെ. സുഖ് ദുഃഖ് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം, കവിത. ചോദ്യം 2, സുഖ് ദുഃഖ് കാ രചയിത കോൻ ഹെ യാ സുഖ് ദുഃഖ് കിസ്കി രചന ഹെ. സുഖ് ദുഃഖ് എഴുതിയത് ആരാണ്? ഉത്തരം, സുമിത്രാനന്ദൻ പന്ത്. ചോദ്യം 3, മുഖ് കാ സമാനാർത്ഥി ശബ്ദ കവിത സെ ചുൻകർ ലിഖേ. മുഖം അല്ലെങ്കിൽ മുഖ് എന്ന അതിന് തുല്യമായ വാക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം, ആനൻ. ചോദ്യം 4, സഫലത പാനെ കെ ലിയെ ക്യാ കർനാ ചാഹിയെ. നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം, സഫലത പാനെ കെ ലിയെ മെഹനത് കർനി ചാഹിയെ. നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ചോദ്യം 5, ആകാശ് കാ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖേ. ആകാശ് എന്നുള്ളതിന് തുല്യമായ വാക്ക് ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഘൻ, ശശി, ആസ്മാൻ, മാനവ്. ഉത്തരം, ആസ്മാൻ. ചോദ്യം 6, സഹി മിലാൻ കരേ. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. സുഖ് ദുഃഖിക്ക് മേ നഹി ചാത്ത സുഖ് ദുഃഖിക്കെ മധുർ മിലൻ സേ ജഗ് പീഡിത് ഹേ. വലതുഭാഗത്ത് ചിത് സുഖ് അതി സുഖ് സേ ഖേൽ മിചൗനി ജീവൻ പരിപൂർണ ഹോത്താ ഹേ. ഉത്തരം, സുഖ് ദുഃഖിക്ക് ഖേൽ മിചൗനി. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുപൊത്തിക്കളി, ഒളിച്ചുകളി. മേ നഹി ചാത്ത ചിത് സുഖ്. ഞാൻ നിരന്തരമായ സ്ഥിരമായ സുഖം ആഗ്രഹിക്കുന്നില്ല. സുഖ് ദുഃഖിക്ക് മധുർ മിലൻ സേ ജീവൻ പരിപൂർണ ഹോത്താ ഹേ. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലിലാണ് ജീവിതം പരിപൂർണമാകുന്നത്. ജഗ് പീഡിത് ഹേ ആദി സുഖ് സേ. ഈ ലോകം അത്യധികമായ സന്തോഷത്താൽ വേദനിക്കപ്പെടുന്നു. ചോദ്യം 7, മേഘ കെ കാരണം ശശി കാ ക്യാ ഹാൽ ഹുവ. മേഘം കാരണം ചന്ദ്രന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം, മേഘ കെ കാരണം ശശി ഓച്ഛൽ ഹുവ. മേഘം കാരണം ചന്ദ്രൻ അപ്രത്യക്ഷമായി. ചോദ്യം 8, ഇസ് കവിത സെ ശബ്ദയുഗ്മോ ചുൻകർ ലിഖേ. ശബ്ദയുഗ്മ എന്ന് അർത്ഥം വരുന്നത്
രണ്ട് വാക്കുകളെ ഹൈഫൻ ചേർത്ത് യോജിപ്പിച്ചിരിക്കുന്നതാണ്. ഈ കവിതയിൽ കൊടുത്തിരിക്കുന്ന ശബ്ദയുഗ്മങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക എന്നാണ് ചോദ്യം. ഉത്തരം സുഖ ദുഃഖ, ദുഃഖ സുഖ, ചിര് സുഖ, ചിര് ദുഃഖ, അതിസുഖ, അതിദുഃഖ, നിശാദിവ, സോത്ത ജാഗ്ത, ജിവ് ജീവൻ, വിരഹ് മിലൻ, ഹാസ് അശ്രുമയ, മാനവ് ജീവൻ. ചോദ്യം 9. ഘൻ और ശശി കിൻ കിൻ കെ പ്രതീക് ഹെ. ഘൻ എന്നുള്ളതും ശശി എന്നുള്ളതും എന്തിന്റെ അടയാളങ്ങളാണ്, പ്രതീകങ്ങളാണ്? ഉത്തരം ഘൻ ദുഃഖ കാ പ്രതീക് ഹെ. മേഘം ദുഃഖത്തിന്റെ പ്രതീകവും ചന്ദ്രൻ സന്തോഷത്തിന്റെ പ്രതീകവുമാണ്. ചോദ്യം 10. നിരന്തർ का समानार्थी शब्द कविता से चुनकर लिखें. നിരന്തർ എന്നതിന് തുല്യമായ വാക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം ആവിദത്ത്. അടുത്ത ചോദ്യം ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ ടിപ്പണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ടിപ്പണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. ശീർഷക് അഥവാ ടൈറ്റിൽ. ഈ നമ്മൾ തയ്യാറാക്കുന്ന ആസ്വാദന കുറിപ്പിന് അല്ലെങ്കിൽ കുറിപ്പിന് ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കണം. അത് കവിതയുടെ പേര് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഈ കൊടുത്തിരിക്കുന്ന ആശയത്തിന് തുല്യമായ രീതിയിലുള്ള ഒരു ഹെഡിങ് ആയിരിക്കാം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻട്രൊഡക്ഷൻ അഥവാ ഭൂമിക. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കവി, കവിത, വിഷയക പരിചയ, ശീർഷക ഔചിത്. അതായത് കവിയെ സംബന്ധിച്ച്, കവിതയെ സംബന്ധിച്ച്, വിഷയത്തെ സംബന്ധിച്ചുള്ള പരിചയപ്പെടുത്തൽ, ഈ കവിതയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ടിന്റെ ഔചിത്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്ലേഷൺ, അതായത് കവിതയുടെ വ്യാഖ്യാനം, കവിതയെ നമ്മൾ അനാലിസിസ് ചെയ്യുക. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം കവിതാസെ ഹംനെ ജിൻ പങ്ക്തിയോं का ആസ്വാദൻ കിയ ഉൻകെ ബാരെ में लिखना. സാധാരണ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കവിതയിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതായ വരികൾ, ആ വരികളെ കുറിച്ച് ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ച് എഴുതുക എന്നുള്ളതാണ്. എന്നാൽ സാധാരണയായി കണ്ടുവരുന്നത് കവിതയുടെ ആശയം എഴുതുന്നതായിട്ടാണ്. അപ്പോൾ വിശ്ലേഷണമാണ് വലിയ പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. നാലാമത് ഉപസംഹാർ അഥവാ കൺക്ലൂഷൻ. അതിൽ കവിതയ്ക്ക് പ്രാസംഗികത, സന്ദേശ്, അപ്നാ ദൃഷ്ടികോൺ. അതിൽ വരേണ്ടത് കവിതയുടെ സാന്ദർഭ്യത്വം, കവിത ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ചേരുന്നതാണ്, കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്, അപ്നാ ദൃഷ്ടികോൺ, കവിതയെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട്. ഇത്രയും കാര്യങ്ങളാണ് ആസ്വാദൻ ടിപ്പണി അല്ലെങ്കിൽ ടിപ്പണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദ്യം സുഖ ദുഃഖ് നാമക് കവിതാക്കി ടിപ്പണി ലിഖേം. സുഖ ദുഃഖ് എന്ന പേരുള്ള കവിതയെക്കുറിച്ചുള്ള ടിപ്പണി തയ്യാറാക്കുക. ഹെഡിങ് സുഖ ദുഃഖിക്ക് ആങ്ക് മിച്ചൗനി. സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഒളിച്ചുകളി അല്ലെങ്കിൽ കണ്ണുപൊത്തി കളി. ഹിന്ദിയിലെ മഹാൻ കവി ഹേ സുമിത്രാനന്ദൻ പന്ത്. ഹിന്ദിയിലെ മഹാനായ കവിയാണ് സുമിത്രാനന്ദൻ പന്ത്. ഉൻകി വിഖ്യാത് കവിത ഹേ സുഖ ദുഃഖ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കവിതയാണ് സുഖ ദുഃഖ്. इस कविता में कवि जीवन में सुख और दुख के महत्व के बारे में बताते हैं. ഈ കവിതയിൽ കവി ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തെയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മഹത്വത്തെ സംബന്ധിച്ച്, പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. കവി कहते हैं कि चिरकाल तक दुख और सुख उनको प्रिय नहीं है. കവി പറയുന്നു ദീർഘകാലം ഉള്ളതായ ദുഃഖവും ദീർഘകാലമുള്ളതായ സുഖവും അദ്ദേഹത്തിന് അല്ലെങ്കിൽ സന്തോഷവും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഹമാരി ജീവൻ മേ സുഖ और दुख की आंख मिचौनी होनी चाहिए. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഒളിച്ചുകളി ഉണ്ടാവണം. സന്തോഷവും ദുഃഖവും ഇടകലർന്ന് വരണം. സുഖ और दुख के मधुर मिलन से हमारा जीवन परिपूर्ण हो जाता है. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലിലാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത്. दुख बादल के समान है और सुख शशि या चांद के समान है. ദുഃഖം മേഘത്തെ പോലെയും സന്തോഷം ചന്ദ്രനെ പോലെയുമാണ്. ബാദൽ കഭി കഭി ചാന്ദ് കോ ഓട്താ ഹെ. മേഘം ഇടയ്ക്കൊക്കെ ചന്ദ്രനെ മറയ്ക്കുന്നു. ബാദൽ ഹട്ട് ജാനെ പർ ചാന്ദ് ബഹുത് പ്രകാശ് പൂർണ്ണ ദീപ് പഡ്താ ഹെ. മേഘം മാറുമ്പോൾ ചന്ദ്രൻ കൂടുതൽ പ്രകാശപൂർണമായി കാണപ്പെടുന്നു. इसके जैसे दुख के बाद सुख आने पर वह हमें बहुत प्रभावित होता है. ഇതുപോലെ ദുഃഖത്തിന് ശേഷം സുഖം എത്തുമ്പോൾ
അത് നമുക്ക് കൂടുതൽ സന്തോഷപൂർണമായി മാറുന്നു. ये संसार अत्यधिक दुख से और अत्यधिक सुख से पीड़ित है. ഈ ലോകം വളരെയധികം ദുഃഖത്താലും വളരെയധികം സന്തോഷത്താലും വേദനിക്കപ്പെടുന്നു. संसार के जीवन सुख और दुख से बांटना चाहिए. ഈ ലോകത്തിലെ ജീവിതം സന്തോഷവും ദുഃഖവും കൊണ്ട് വിഭജിക്കപ്പെടണം. निरंतर आने वाले दुख और निरंतर आने वाले सुख हमें पीड़ाजनक है. നിരന്തരമായി ഉണ്ടാകുന്നതായ ദുഃഖവും നിരന്തരമായി ഉണ്ടാകുന്നതായ സുഖവും നമുക്ക് വേദനാജനകം ആണ്. ദുഃഖ് രാത് കെ സമാൻ ഹെ. ദുഃഖം രാത്രിക്ക് തുല്യമാണ്. और सुख दिवा या दिन के समान है. സന്തോഷം പകലിന് തുല്യമാണ്. दिन के बाद रात आने के बाद जैसे सुख और दुख से मिश्रित जीवन को पूर्णता मिलती है. പകലിന് ശേഷം രാത്രി വരുന്നത് പോലെ സുഖ और दुख से मिश्रित जीवन को സുഖവും ദുഃഖവും ഇടകലർന്നായ ജീവിതത്തിൽ പൂർണ്ണത ലഭിക്കുന്നു. हमें कभी दुख आए तो जरूर उसके पीछे सुख आएगा. നമുക്ക് എപ്പോഴെങ്കിലും ദുഃഖമുണ്ടായാൽ തീർച്ചയായും അതിന്റെ പിന്നാലെ സന്തോഷവും ഉണ്ടാകും. ये जीवन का तत्व है. ഇത് ജീവിതത്തിന്റെ തത്വമാണ്. जीवन में सुख और दुख की आवश्यकता को व्यक्त करने में कवि पूर्ण सफल हुई है. ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ആവശ്യകതയെ വ്യക്തമാക്കുന്നതിൽ കവി വളരെയധികം വിജയിച്ചിട്ടുണ്ട്. കവിത അത്യന്ത പ്രാസംഗിക് ഹേ. കവിത വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന് തന്നെ ആണ്. बहुत सरल भी है. ഈ കവിത വളരെ സിമ്പിൾ ആണ്. उन्होंने सरल शब्दों से कविता को सुंदर बनाए हैं. അദ്ദേഹം സിമ്പിളായ വാക്കുകൾ കൊണ്ട് കവിതയെ മനോഹരമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം ജീവൻ കേസെ പരിപൂർണ്ണ ഹോ ജാതാ ഹെ. ജീവിതം എങ്ങനെ പരിപൂർണമാകുന്നു? ഉത്തരം जीवन सुख और दुख के मधुर मिलन से परिपूर्ण हो जाता है. ജീവിതം സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലിൽ പരിപൂർണമാകുന്നു. രണ്ടാമത്തെ ചോദ്യം കവി अपने जीवन में क्या क्या नहीं चाहता है. കവി തന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നില്ല? उत्तरम कवि अपने जीवन में दीर्घकाल तक होने वाले सुख और दीर्घकाल तक होने वाले दुख नहीं चाहता है. कवि തന്റെ ജീവിതത്തിൽ ദീർഘകാലം ഉള്ള സന്തോഷവും ദീർഘകാലമുള്ളതായ ദുഃഖവും ആഗ്രഹിക്കുന്നില്ല. ചോദ്യം 3 മേഘ കാ സമാനാർത്ഥി ശബ്ദ കവിതാ സെ ചുൻകർ ലിഖേं. മേഘ് എന്നുള്ളതിന് തുല്യമായ വാക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം ഘൻ. ചോദ്യം 4 ജഗ് കിൻ കിൻ ബാത്തോ സെ പീഡിത് ഹെ. ഈ ലോകം എന്തെല്ലാം കാര്യങ്ങളിൽ വേദനിക്കപ്പെടുന്നു? ഉത്തരം ജഗ് അത്യധിക് ദുഃഖ സെ और അത്യധിക് സുഖ് സെ പീഡിത് ഹെ. ഈ ലോകം വളരെ കൂടുതലായിട്ടുള്ള ദുഃഖം കൊണ്ടും വളരെ കൂടുതലായിട്ടുള്ള സന്തോഷം കൊണ്ടും വേദനിക്കപ്പെടുന്നു. ചോദ്യം 5 സംസാർ കാ സമാനാർത്ഥി ശബ്ദ കവിതാ സെ ചുൻകർ ലിഖേं. സംസാർ എന്നുള്ളതിന് തുല്യമായ വാക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം ജഗ്. ചോദ്യം 6 സഹി മിലാൻ കരെ. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവിരത് ദുഃഖ് മാനവ ജീവൻ ജഗ് പീഡിത് ഹെ മേ നഹി ചാഹതാ. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ आदि दुख से चिर दुख सुख दुख से बढ़ जाता है उत्पीड़न है. ഉത്തരം അവിരത് ദുഃഖ് ഉത്പീഡൻ ഹെ. നിരന്തരമായി ഉണ്ടാകുന്നതായ ദുഃഖം വേദനാജനകമാണ്. മാനവ ജീവൻ സുഖ് ദുഃഖ് സെ ബന്ധ ജാതാ ഹെ. മനുഷ്യ ജീവിതം സന്തോഷത്താലും ദുഃഖത്താലും വിഭജിക്കപ്പെടുന്നു. ജഗ് പീഡിത് ഹെ ആദി ദുഃഖ് സെ. ഈ ലോകം അത്യധികമായ ദുഃഖത്താൽ വേദനിക്കപ്പെടുന്നു. മേ നഹി ചാഹതാ ചിർ ദുഃഖം. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ നിരന്തരമായ ദുഃഖം ആഗ്രഹിക്കുന്നില്ല. ചോദ്യം 7 പ്രഭാത് കാ സമാനാർത്ഥി ശബ്ദ കവിതാ സെ ചുൻകർ ലിഖേं. പ്രഭാത് എന്നുള്ളതിന് തുല്യമായ വാക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം ഉഷ. ചോദ്യം 8 ജഗ് കാ ഉത്പീഡൻ കിൻ കിൻ കാര്യോ സെ ഹോതാ ഹെ. ഈ ലോകത്തിന്റെ വേദന എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് ഉണ്ടാകുന്നത്? उत्तरम जग का उत्पीड़न निरंतर दुख से और निरंतर सुख से होता है. ഈ ലോകത്തിന്റെ വേദന നിരന്തരമായ ദുഃഖം കൊണ്ടും നിരന്തരമായ സന്തോഷം കൊണ്ടും സംഭവിക്കുന്നു. ചോദ്യം 9 സുഖ് और दुख किन किन के समान है. സന്തോഷവും ദുഃഖവും എന്തെല്ലാം കാര്യങ്ങൾക്ക് തുല്യമാണ്? ഉത്തരം ദുഃഖ് നിശാ के समान है तो സുഖ് ദിവാ के समान है. ദുഃഖം രാത്രിക്ക് തുല്യമാണെങ്കിൽ സന്തോഷം പകലിന് തുല്യമാണ്.
ചോദ്യം 10 അവിരത് സുഖ് भी उत्पीड़न क्या आप इससे सहमत हैं क्यों? നിരന്തരമായ സന്തോഷം വേദനാജനകമാണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉത്തരം മാനവ ജീവൻ സുഖ ദുഃഖ സമ്മിശ്രേ, മനുഷ്യജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. ഇസ്ലിയെ അവിരത് സുഖ് ഉത്പീഡൻ ഹി, അതുകൊണ്ട് നിരന്തരമായ സന്തോഷവും വേദനാജനകമാണ്. ഹമേശ സുഖ് മേ രഹനെ വാലെ വ്യക്തി കാ ജീവൻ മെഷീൻ ജൈസാ ഹോ ജാതാ ഹൈ, എപ്പോഴും സന്തോഷത്തോടിരിക്കുന്നതായ വ്യക്തിയുടെ ജീവിതം മെഷീന് തുല്യമാണ്, യന്ത്രത്തിന് തുല്യമാണ്. लेकिन सुख और दुख से जीवन बिताने वाले व्यक्ति का जीवन खुशी से आगे बढ़ता है. എന്നാൽ സന്തോഷവും ദുഃഖവും ചേർന്നതായ ജീവിതം അനുഷ്ഠിക്കുന്ന ആളിന്റെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിൽ മുൻപോട്ട് പോകുന്നു. हमारे जीवन में सुख और दुख दोनों की जरूरत है. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും രണ്ടിന്റെയും ആവശ്യം ഉണ്ട്. ചോദ്യം 11 ആശയ ലിഖേം जग पीड़ित है आदि दुख से, जग पीड़ित है आदि सुख से, मानव जग में बंट जावे दुख सुख से आओ सुख दुख से. उत्तरम ये भाग हिंदी के महान कवि सुमित्रानंदन पंत की कविता से लिया गया है. ये भागम हिंदी महानाയ कवि सुमित्रानंदन पंत कवितയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. यहाँ कवि कहते हैं कि यह संसार अधिक दुख से पीड़ित है. कवि പറയുന്നു ഈ ലോകം വളരെയധികം ദുഃഖത്താൽ വേദനിക്കപ്പെടുന്നു. ये संसार अधिक सुख से भी पीड़ित है, ഈ ലോകം അധികം സന്തോഷത്താലും വേദനിക്കപ്പെടുന്നു. इस संसार में मनुष्यों का जीवन सुख और दुख से बांटना चाहिए. ഈ ലോകത്തിൽ മനുഷ്യ ജീവിതം സന്തോഷത്താലും ദുഃഖത്താലും വിഭജിക്കപ്പെടണം. तब जीवन में पूर्णता मिलती है, അപ്പോഴേ ജീവിതത്തിൽ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ഇത്രയുമാണ് സുഖ് ദുഃഖ് എന്ന കവിതയുമായി ബന്ധപ്പെട്ടുള്ളതായ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അടുത്തത് 4 അപഠിത് കവിതാംശം നമ്മൾ പരിചയപ്പെടുന്നു. അപഠിത് കവിതാംശില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. സിർഫ് ഏക് അനുച്ഛേദ് സേ കവിത കാ ആശയ പ്രസ്തുത കർനാ ഹൈ. നമുക്ക് കേവലം ഒറ്റ പാരഗ്രാഫ് കൊണ്ട് നമ്മൾ അതിന്റെ ആശയം വ്യക്തമാക്കണം. കവിത കാ നാം ആദി ലിഖ്നെ കി ആവശ്യകത നഹി. നമുക്ക് ചോദ്യത്തിൽ കവിയുടെ പേരോ കവിതയുടെ പേരോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ എഴുതി ചേർക്കേണ്ടത് ഇല്ല. സാധാരണയായി ചോദ്യങ്ങൾ ഒരു കവിതാംശം തന്നു കഴിഞ്ഞാൽ ശീർഷകം, അതുപോലെ തന്നെ ആശയം തന്നിട്ട് ഈ ആശയം വരുന്നതായ വരികൾ കണ്ടെത്തി എഴുതുക, അതുപോലെ തന്നെ കവിതയുടെ ആശയം എഴുതുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ കവിതാംശ് വൻമേ ജിത്നെ പഞ്ചി ഹേ ഖഞ്ചൻ കപോത് ചാതക് കോകിൽ കാഗ് ഹംസ് ശുഗ് आदि वास करते आपस में हिलमिल, सब मिलजुल कर रहते हैं, वे सब मिलजुल कर खाते हैं, आसमान ही उनका घर है जहां चाहते जाते हैं. ഇവിടെ പറഞ്ഞിരിക്കുന്ന കവിതയുടെ ആശയം നമുക്ക് ആദ്യം നോക്കാം. इस कवितांश का आशय लिखें. इस कवितांश में पक्षियों के स्वभाव का वर्णन है. ഈ കവിതാ ഭാഗത്തിൽ പക്ഷിയുടെ സ്വഭാവ വിശേഷതയാണ് വർണ്ണിച്ചിരിക്കുന്നത്. വൻമേ അനേക് പക്ഷി ഹേ, വനത്തിൽ അനേകം പക്ഷികളുണ്ട്. ഖഞ്ചൻ, കപോത്, ചാതക്, കോകിൽ, കാഗ്, ഹൻസ്, ശുക് ആദി ഇൻമേ സേ കുച്ച് ഹേ. ഇതിലെ വനത്തിലുള്ളതായ പക്ഷികളിൽ ചിലവയുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഖഞ്ചൻ കരിങ്കുയിൽ, കപോത് പ്രാവ്, ചാതക് വേഴാമ്പൽ, കോകിൽ കുയിൽ, കാഗ് കാക്ക, ഹംസ് അരയന്നം, ശുക് തത്ത. വേ ആപ്പസ് മേ ഹിൽ മിൽക്കർ रहते हैं, അവർ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നു. വേ സബ് മിൽജുൽ കർ रहते हैं, അവർ ഒരുമിച്ച് ജീവിക്കുന്നു. വേ അവർ മിൽജുൽ കർ ഖാത്തെ हैं, അവർ ഒരുമിച്ച് തിന്നുന്നു. മരങ്ങളിലെ കായ്കളൊക്കെ നമുക്ക് ഒരു മരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം വിവിധ തരത്തിലുള്ള പക്ഷികൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ അവരുടെ ആഹാരം തേടുന്നതായിട്ട് നമുക്ക് കാണാം. ഉൻകാ ഘർ ആസ്മാൻ ഹി ഹെ, അവരുടെ വീട് ആകാശം തന്നെയാണ്. വേ ജഹാൻ ജാനാ ചാത്തെ ഹെ വഹാൻ ജാത്തെ ഹെ, അവർ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ പോകുന്നു. മറ്റു ചോദ്യങ്ങൾ. കവിതാംശ് കെ ലിയേ ഉചിത് ശീർഷക്, കവിതാംശിന് വേണ്ടി യോജിക്കുന്ന ടൈറ്റിൽ കൊടുക്കുക. ഉത്തരം പഞ്ചി അഥവാ പക്ഷി. ചോദ്യം 2. കൗവ കെ ലിയേ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖിए. കൗവ എന്നുള്ള വാക്കിന് തുല്യമായ ആ വാക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം കാഗ്.
ചോദ്യം 3, പക്ഷിयों के 2 गुण लिखें. പക്ഷികളുടെ 2 ഗുണങ്ങൾ എഴുതുക. ഉത്തരം, പക്ഷി മിൽ ജുൽക്കർ रहते हैं, वे मिल जुलकर खाते हैं. പക്ഷികൾ ഒത്തൊരുമിച്ച് താമസിക്കുന്നു, പക്ഷികൾ ഒത്തൊരുമിച്ച് ഭക്ഷിക്കുന്നു. അടുത്ത രണ്ടാമത്തെ കവിതാംശ്. भूल डाल पर खिल खिल सदा ही मुस्कुराता है, उसे तोड़ लेता जब कोई वह मुरझा जाता है, ऐसा क्यों होता है? मछली जब तक जल में होती सर सर दौड़ लगाती, आते ही पानी से बाहर छटपटा कर मर जाती है, ऐसा क्यों होता है? ഇതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ അർത്ഥങ്ങൾ. ഭൂൽ തോട് ലേന, പൂവ് പറിച്ചെടുക്കുക. മുർജാന, വാടുക. ഛട്പടാന, പിടയുക. സർ സർ, സർ സർ എന്ന് ശബ്ദം ഉണ്ടാക്കുക. ഇതിന്റെ ആശയം. ഇസ് കവിതാംശ് കാ ആശയ ലിഖിൻ. इस कवितांश में प्रकृति की वस्तुओं के नाश के बारे में कहते हैं. ഈ കവിതാഭാഗത്തിലെ പ്രകൃതിയിലെ വസ്തുക്കളുടെ നാശത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഫൂൽ ഡാൽ पर खिलते समय सदा मुस्कुराता है. പൂവ് ചെടിയുടെ കൊമ്പുകളിൽ ഉണ്ടാകുന്ന സമയത്ത്, വിടരുന്നതായ സമയത്ത് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. कोई उसे डाल से तोड़ लेते तो वह फूल मुरझा जाता है. ആരെങ്കിലും ആ ചെടിയുടെ കൊമ്പിൽ നിന്ന് അതിനെ പൊട്ടിച്ചെടുത്താൽ ആ പൂവ് വാടിപ്പോകുന്നു. ऐसा क्यों होता है? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? മച്ഛലി പാനി മേ ഹോത്തെ സമയ ഖുശി സേ ഉസ്മേ ദൗഡ്തി ഹൈ. മത്സ്യം വെള്ളത്തിലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ അതിലിങ്ങനെ നീന്തി കളിക്കുന്നു. പാനി സേ ബാഹർ ആത്തെ ഹി വഹ് ഛട്പടാകർ മർ ജാതി ഹൈ. വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് പിടഞ്ഞ് മരിക്കുന്നു. ऐसा क्यों होता है? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? മറ്റു ചോദ്യങ്ങൾ. മച്ഛലി കബ് മർ ജാതി ഹൈ. മത്സ്യം എപ്പോഴാണ് ചാവുന്നത്? ഉത്തരം, മച്ഛലി പാനി സേ ബാഹർ ആത്തെ ഹി മർ ജാതി ഹൈ. മത്സ്യം വെള്ളത്തിന് വെളിയിലാകുമ്പോൾ ചത്തുപോകുന്നു. രണ്ടാമത്തെ ചോദ്യം. മത്സ്യ के लिए समानार्थक हिंदी शब्द चुनकर लिखें. മത്സ്യ എന്നുള്ളതിന് തുല്യമായ ഹിന്ദി വാക്ക് ഈ കവിതാഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം, മച്ഛലി. മൂന്നാമത്തെ ചോദ്യം. കവിതാംശ് के लिए उचित शीर्षक लिखें. കവിതാഭാഗത്തിന് തുല്യം യോജിക്കുന്ന ഒരു തലക്കെട്ട് കൊടുക്കുക. ഉത്തരം, ऐसा क्यों होता है. അടുത്ത മൂന്നാമത്തെ കവിതാഭാഗം. भूलों से निध हंसना सीखो, भंवरों से निध गाना, तरु की झुकी डालियों से निध सीखो शीश झुकाना. आशय. इस कवितांश का आशय लिखें. यह कविता प्रकृति से कुछ सीखने का आह्वान देता है. ഈ കവിത പ്രകൃതിയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് ആഹ്വാനം നൽകുന്നു. ഫൂലോं से सारे दिन हंसना सीखें. പൂക്കളിൽ നിന്ന് എല്ലാ ദിവസവും നമ്മൾ ചിരിക്കാൻ പഠിക്കുക. ഭ്രമരോं से सारे दिन गाना सीखें. വണ്ടുകളിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും പാട്ട് പാടാൻ പഠിക്കുക. पेड़ों की झुकी डालियों को देखकर सारे दिन सिर झुकाना सीखें. മരങ്ങളുടെ വളഞ്ഞു നിൽക്കുന്നതായ കൊമ്പുകൾ കണ്ടിട്ട് എല്ലാ ദിവസവും തല കുനിക്കാൻ, എളിമയുള്ളവരാകുവാൻ പഠിക്കുക. പ്രകൃതി സേ ഹം സബ് പഠ് സക്തേ ഹൈ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് എല്ലാം പഠിക്കാനായിട്ട് സാധിക്കുന്നു. പ്രകൃതി കോ ദേഖുകർ ഹമാരെ വ്യവഹാർ ഭി ബദൽ സക്തേ ഹൈ. പ്രകൃതിയെ കണ്ടിട്ട് നമ്മുടെ സ്വഭാവവും നമുക്ക് മാറ്റാനായി സാധിക്കുന്നു. മറ്റു ചോദ്യങ്ങൾ. ഹം ഭൂൽ സേ ക്യാ സീഖേ. നമ്മൾ പൂവിൽ നിന്ന് എന്ത് പഠിക്കണം? ഉത്തരം, ഹം ഭൂൽ സേ ഹസ്ന സീഖേ. നമ്മൾ പൂവിൽ നിന്ന് ചിരിക്കാൻ പഠിക്കണം. രണ്ടാമത്തെ ചോദ്യം. സിർ കാ സമാനാർത്ഥി ശബ്ദ കവിതാംശ് സേ ലിഖേ. സിർ എന്നുള്ളതിന് തുല്യമായ വാക്ക് കവിതാഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം, ശീഷ്. ചോദ്യം 3. ഇസ് കവിതാംശ് കെ ലിയേ ഉചിത് ശീർഷക് ലിഖേ. ഈ കവിതയ്ക്ക് ചേരുന്ന ഒരു കവിതാഭാഗത്തിന് ചേരുന്ന രീതിയിൽ ഒരു തലക്കെട്ട് കൊടുക്കുക. ഉത്തരം, സീഖോ. നാലാമത്തെ കവിതാംശ്. മാ അഗർ തും ന ഹോതി തോ മുझे समझाता कौन, कांढों भरी इस मुश्किल राह पर चलना. माँ अगर तुम न होती तो मुझे लोरी सुनाता कौन, खुद जाकर सारी रात चैन की नींद सुलाता कौन. माँ अगर तुम न होती तो मुझे चलना सिखलाता कौन. ये कविता आशयम. इस कवितांश का आशय लिखें. यह कवितांश माँ के बारे में कहता है. ये कविता अम्मയെ സംബന്ധിച്ചാണ് പറയുന്നത്. माँ नहीं होती तो हमें समझाने के लिए कोई नहीं होता. അമ്മ ഇല്ലെങ്കിൽ നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ആരും ഉണ്ടാവില്ല. माँ हमें समझाएगी कि जिंदगी की कठिनाइयों को सह कर कैसे आगे चले. അമ്മ നമ്മളെ
മനസ്സിലാക്കി തരും. ജീവിതത്തിലെ പ്രയാസങ്ങളെ എങ്ങനെ നേരിടണം, അതിനെ സഹിച്ച് എങ്ങനെ മുന്നേറണം. മാ നഹി ഹോത്തി തോ ഹമേ കോൻ ലോരി സുനാത്തി, അമ്മയില്ലെങ്കിൽ നമ്മളെ ആരാണ് താരാട്ട് പാട്ട് പാടി ഉറക്കുന്നത്. മാ നഹി ഹോത്തി തോ കോൻ സ്വയം ജാക്കർ ഹമേ സുലാത്തി, അമ്മയില്ലെങ്കിൽ ആരാണ് നമ്മളെ സ്വയം ഉണർന്ന് നമ്മളെ ഉറക്കുന്നത്. മാ നഹി ഹോത്തി തോ കോൻ ഹമേ ചലന സിഖാത്ത, അമ്മയില്ലെങ്കിൽ നമ്മളെ ആര് നടക്കാൻ പഠിപ്പിക്കും. മറ്റു ചോദ്യങ്ങൾ. ഇസ് കവിതാംശ് കെ ലിയെ ശീർഷക് ലിഖേ, ഈ കവിതയ്ക്ക് ചേരുന്ന ഒരു തലക്കെട്ട് കൊടുക്കുക. ഉത്തരം മാ. രണ്ടാമത്തെ ചോദ്യം. സ്വയം ക സമാനാർത്ഥി ശബ്ദ കവിതാംശ് സെ ചുൻകർ ലിഖേ, സ്വയം എന്നുള്ളതിന് തുല്യമായ വാക്ക് കവിതാഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം ഖുദ്. ചോദ്യം 3. ഇൻ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ, ഈ ആശയം വരുന്നതായ വരികൾ കണ്ടെത്തി എഴുതുക. ജിന്ദഗിക്ക് കഠിനായോ കോ സഹകർ ആകെ ചലന, ജീവിതത്തിലെ പ്രയാസങ്ങളെ സഹിച്ച് മുന്നേറുക. ഉത്തരം കാണ്ഠോം ഭരി ഇസ് മുഷ്കിൽ രാഹ് പർ ചലന. ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കിത് വളരെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരമായി കാണുക. മറ്റു പാഠങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.